പിന്മാറണമെന്നുള്ളതൊരു പൊളിറ്റിക്കൽ ഡിമാൻഡാണ്. അത് ഗവൺമെൻറ്റിന് കൺസിഡർ ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. അതിലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഭാഗങ്ങൾ ശരിയല്ല. കാര്യം എന്തെന്ന് വെച്ചാൽ NEP നടപ്പിലാക്കും എന്നുള്ളത് MOUവിൻ്റെ ഒന്നാമത്തെ കണ്ടീഷനാണ്. അതിലെ ആദ്യത്തെ കണ്ടീഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് തന്നെ സ്റ്റേറ്റിൽ NEP 2020 നടപ്പിലാക്കും എന്നുള്ളത് മാത്രമല്ല, ആ NEP ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അതിൻ്റെ എൻറ്റയറിറ്റി എന്ന് പറഞ്ഞാൽ സമഗ്രമായി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും NEP നടപ്പിലാക്കുക എന്നുള്ളത് അതിലെ ഫസ്റ്റ് കണ്ടീഷനാണ്. ആ സാഹചര്യത്തിൽ NEP യുമായി ഇതിന് ബന്ധമില്ല, PM ശ്രീയും NEPയും രണ്ടും രണ്ടാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് അർത്ഥമില്ലാത്ത ഒരു കാര്യമാണ്. റിസെൻറ്റ് ചെയ്യുന്നതിന് അതിൽ MOUവിൽ വകുപ്പുണ്ട്. അത് സെൻട്രൽ ഗവൺമെൻറ്റിന് 30 ഡേയ്സിൻ്റെ നോട്ടീസ് കൊടുത്ത് റിസെൻറ്റ് ചെയ്യാമെന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് ചില കണ്ടീഷൻസും കൂടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റിസെൻറ്റ് ചെയ്യുന്നതിന് പിന്മാറാൻ സാധിക്കും. ആ നിലയിലുള്ള രാഷ്ട്രീയ തീരുമാനം എടുക്കണം.